രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതിയാണ്, 17ാമത്തെ അധ്യായമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 17ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകമാണ്. പിന്നെ വന്ദന ശ്ലോകവും നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ രാധ, കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി നമ്മൾ അവതരിപ്പിക്കുകയാണ്. രാധയുടെ പ്രണയം എന്ന പേരിൽ എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, മോക്ഷം വേണ്ടവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മപദം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നേരിട്ട് വന്ന് പഠിക്കേണ്ടവർക്ക് പഠിക്കാം, ഞാൻ കൊല്ലത്തുള്ളതാണ്. ദൂരെയുള്ളവർക്ക് താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ജ്യോതിഷത്തെക്കുറിച്ചുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രങ്ങളുടെ ഫലം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. അതേപോലെ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കാണണം. ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്ലേലിസ്റ്റിൽ പ്രത്യേകം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഭക്തമീരയെക്കുറിച്ചുള്ളതുണ്ട്. ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യമുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞ് പ്രത്യേകം ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നിശ്ചയമായിട്ടും നിങ്ങൾ ഇതൊക്കെ കാണുമല്ലോ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നത് കേൾക്കണം. രാധാ കവചൻ 2 ഉണ്ട്.
അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് അതിനകത്ത്. അതോടൊപ്പം തന്നെ ഈ പിന്നെ രാധാ കവചം നമ്മുടെ കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുമുണ്ട്. അതും നിങ്ങൾ കേൾക്കണം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പാടിത്തരുന്നത് നിങ്ങൾക്കിപ്പോൾ സുപരിചിതയായി മാറിയ കാഞ്ചനയാണത് പാടിത്തരുന്നത്. കാഞ്ചന എൻ്റെ സ്റ്റുഡൻറ്റും കൂടാണ്, സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ്. അവരുടെ ആഘോഷത്തിൽ കാഞ്ചന പാടിയത് നിങ്ങൾ കണ്ടതാണ്. കാഞ്ചനയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. അതിന് നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റായ, എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റായ കാഞ്ചന അതിമനോഹരമായിട്ട് പാടുകയാണ്. അത് കേൾക്കൂ, അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കാം. ജയദേവ ഫണിതരതി വഞ്ചിത ഖണ്ഡിത യുവതി വിലാപം ശൃണുത സുധാസോ മധുരം വിബുധാലയതോ വിദുരാപം. അപ്പോൾ നമ്മുടെ കാഞ്ചന അത് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കൂ. ശ്രീ ജയദേവ ഭണിത രതിവഞ്ചിത ഖണ്ഡിത യുവതി വിലാപം ശൃണുത സുധാസോ മധുരം വിബുധോ വിബുധാലയതോപി ദുരാപം. അർത്ഥം എഴുതിക്കോ. ജയദേവ ഭണിതം. അർത്ഥം ജയദേവനാൽ വർണ്ണിക്കപ്പെട്ടത്. ജയദേവനാൽ വർണ്ണിക്കപ്പെട്ടത്. രതിവഞ്ചിത. അർത്ഥം രതിയിൽ വഞ്ചിക്കപ്പെട്ട. രതിവഞ്ചിത, രതിയിൽ വഞ്ചിക്കപ്പെട്ട. ഖണ്ഡിത, അതർത്ഥം ഇച്ചിരി വിശാലമായിട്ട് എഴുതണം. ഖണ്ഡിത, ഭർത്താവ് മറ്റൊരുവളെ പ്രാപിച്ച ശേഷം. അർത്ഥം എഴുതണേ. ഭർത്താവ് മറ്റൊരുവളെ പ്രാപിച്ച ശേഷം സംഭോഗ ചിഹ്നങ്ങളോടുകൂടി. ഭർത്താവ് മറ്റൊരുവളെ പ്രാപിച്ചതിന് ശേഷം, സംഭോഗം എന്ന് പറഞ്ഞാൽ രതിലീല നടത്തിയ, രതിലീല നടത്തിയതിൻ്റെ ചിഹ്നങ്ങളോടുകൂടി അരികിലെത്തുമ്പോൾ കോപാകുലയായി നിലകൊള്ളുന്ന നായിക. അരികിലെത്തുമ്പോൾ കോപാകുലയായി നിലകൊള്ളുന്ന നായിക. ഇത്രയുമാണ് ഖണ്ഡിത. അതായത് സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ പോവുകയും അവളുമായി രതിലീല നടത്തിയതിൻ്റെ അടയാളങ്ങളുമായിട്ട് ഭാര്യയുടെ അടുത്ത് എത്തിച്ചേരുമ്പോൾ ഭാര്യ കോപാകുലയായി നിൽക്കുന്നു. ഇതാണ് ഖണ്ഡിത. വിലാപം. വിലാപം കരച്ചില്. ശൃണുത, കേട്ടാലും. സുധാസോ മധുര. സുധാസോ മധുര എന്ന് പറഞ്ഞാൽ അമൃതിന് തുല്യം മധുരമുള്ള. അമൃതിന് തുല്യം മധുരമുള്ള. വിബുധ. വിബുധ ദൈവങ്ങൾ. വിബുധ ദൈവങ്ങൾ, പണ്ഡിതർ. രണ്ടർത്ഥമുണ്ട്. വിബുധാലയം, അർത്ഥം സ്വർഗം. സ്വർഗം. ദുരാപം. ദുരാപം കിട്ടാൻ പ്രയാസമുള്ള. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹേ വിദ്വാൻമാരെ. ജയദേവ കവി നേരിട്ട് സംസാരിക്കുക നിങ്ങളോട്. ഹേ വിദ്വാൻമാരെ, ഹേ പണ്ഡിതന്മാരെ, സ്വർഗത്തിൽ നിന്ന് പോലും ലഭിക്കാൻ പ്രയാസമുള്ളതും അമൃതുപോലെ മധുരവുമായ. ജയദേവ കവി വന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. അല്ലയോ പണ്ഡിതന്മാരെ, സ്വർഗത്ത് നിന്ന് പോലും ലഭിക്കുന്നതിന് വളരെ പ്രയാസമുള്ളതും അമൃതുപോലെ മധുരമേറിയതും ശ്രീ ജയദേവനാൽ വർണ്ണിക്കപ്പെട്ടതുമായ, രതിലീലയിൽ വഞ്ചിക്കപ്പെട്ട മറ്റൊരുവളെ പ്രാപിച്ച ശേഷം ആ രതിലീല നടത്തിയതിൻ്റെ ചിഹ്നങ്ങളോടുകൂടി അരികിലെത്തിയ കണ്ണനെ കണ്ട് രോഷാകുലയായി ഇടഞ്ഞു നിൽക്കുന്ന രാധികയുടെ വിലാപം കേൾക്കുവിൻ. ഇതാണ് ഈ 4 വരിയുടെ അർത്ഥം. മനസ്സിലായ? പണ്ഡിതന്മാരെ, വിദ്വാൻമാരെ, ഈ ജയദേവന്റെ കവിത കേട്ടുകൊള്ളൂ. സ്വർഗത്തിൽ നിന്ന് പോലും ലഭിക്കാൻ പ്രയാസമുള്ളതാണ് ഈ കവിത എന്ന് മാത്രമല്ല, അമൃതുപോലെ മാധുര്യമേറിയതാണ് ഈ കവിത. ഇത് ജയദേവനാൽ വർണ്ണിക്കപ്പെട്ടതാണ്. ജയദേവൻ വർണ്ണിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ?
രതിലീലയില് ഇതിലെ നായിക രാധാറാണി വഞ്ചിക്കപ്പെട്ടു. രാധയുടെ കൃഷ്ണൻ മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ പോയി രതിലീലയിൽ ഏർപ്പെട്ടിട്ട് ആ അടയാളങ്ങളോടുകൂടി തൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട് പൊട്ടിത്തെറിച്ച് ഇടഞ്ഞു നിൽക്കുന്ന രാധികയുടെ വിലാപം നിങ്ങൾ കേൾക്കുവിൻ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കവി ദേവതകളെ അഭിസംബോധന ചെയ്യുകയാണ്. അതായത് ദേവന്മാരെ, ദേവേന്ദ്രനെയും മറ്റു ദേവതകളെയും എല്ലാം അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, ഹേ ദേവന്മാരെ, ഹേ ദേവലോകത്ത് വസിക്കുന്ന ദേവതകളെ, കാമുകനാൽ കാമജ്വരം അടക്കാൻ കഴിയാത്ത ഒറ്റപ്പെട്ടുപോയ രാധികയുടെ വിലാപം നിങ്ങൾ കേൾക്കുവിൻ. അതാണ് ജയദേവ കവി നേരിട്ട് മനുഷ്യനെ അല്ല അഭിസംബോധന ചെയ്യുന്നത്. ജയദേവ കവി നേരിട്ട് സ്വർഗലോകത്തെ ദേവതകളെ, ദേവേന്ദ്രനെയും ദേവതകളെയും ദേവലോകത്തുള്ള എല്ലാവരോടും പറയുകയാണ്, ഹേ ദേവന്മാരെ, ദേവതകളെ, സ്വന്തം കാമുകനാൽ വഞ്ചിക്കപ്പെട്ട് കാമജ്വരമടക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന രാധികയുടെ വിലാപം നിങ്ങൾ കേൾക്കുവിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൃഷ്ണവിരഹം സഹിക്കാൻ കഴിയാതെ വിലപിക്കുന്ന രാധികയെക്കുറിച്ചുള്ള ഈ ഗാനം അമൃതിനേക്കാൾ മാധുര്യമേറിയതാണ്. സ്വർഗലോകത്തൊരിക്കലും ഇത്രയും തേനൂറുന്ന മാധുര്യം കിട്ടില്ല. അപ്പൊ ജയദേവ കവി പറയുകയാണ്, എന്താ പറഞ്ഞത്? കൃഷ്ണനുമായുള്ള വിരഹം സഹിക്കാൻ വയ്യാതെ, താങ്ങാൻ കഴിയാതെ വിലപിക്കുകയാണ് രാധിക. അങ്ങനെ കൃഷ്ണവിരഹം താങ്ങാൻ കഴിയാതെ വിലപിക്കുന്ന ഈ രാധികയെ കുറിച്ച് എഴുതിയ അഷ്ടപതി ഉണ്ടല്ലോ, അതിലെ ഈ വരികള് അമൃതിനേക്കാൾ മാധുര്യമേറിയതാണ്. സ്വർഗലോകത്ത് ഇത്രയും തേനൂറുന്ന മാധുര്യം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദേവലോകത്തെ ഏറ്റവും മാധുര്യമേറിയ വസ്തു അമൃതാണ്. ദേവലോകത്തെ ഏറ്റവും മാധുര്യമേറിയ വസ്തു അമൃതാണ്. അപ്പൊ ദേവന്മാരുടെ മാധുര്യമേറിയ ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ അമൃതാണ്. അമൃതിനപ്പുറം മാധുര്യമുള്ള ഒരു ഭക്ഷണം ദേവലോകത്ത് കിട്ടില്ല. എന്നാൽ രാധയുടെ ഈ വിലാപഗാനത്തിൻ്റെ മാധുര്യത്തിനു മുന്നിൽ അമൃത് ഒന്നുമല്ല. ആ അമൃതിന് കയ്പാണെന്ന് പറയേണ്ടി വരും. ഈ അമൃതിനേക്കാൾ വിലപ്പെട്ട മാധുര്യം ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രമേ ലഭിക്കൂ. അതിനാൽ മനുഷ്യർ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാകുന്നു എന്ന് ജയദേവ കവി ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പൊ ജയദേവ കവി പറയുകയാണ്, ദേവന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം, മാധുര്യമേറിയ ഭക്ഷണം അമൃത്. പക്ഷേ കൃഷ്ണവിരഹം സഹിക്കാൻ വയ്യാതെ രാധാറാണിയുടെ വിലാപം ഉൾക്കൊണ്ട അഷ്ടപതിയിലെ 17-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന അമൃതിനേക്കാൾ തേനൂറുന്നതാണ്. ഈ ജയദേവ കവിയുടെ അഷ്ടപതിയിലെ 17-ാമത്തെ അധ്യായത്തിൻ്റെ മുന്നിൽ ദേവലോകത്തിലെ അമൃതിന് ഭയങ്കര കയ്പാണ്. അപ്പൊ അത്രയ്ക്ക് വലിയ ഒരു അമൃത് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുമെന്നറിഞ്ഞിട്ട് ദേവന്മാര് ഭൂമിയിലേക്ക് വരികയാണ്. അപ്പൊ ദേവന്മാര് പറയുകയാണ്, മനുഷ്യര് നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ്. കാരണം നമ്മൾ കഴിക്കുന്ന അമൃതിനേക്കാൾ വലിയ അമൃതാണ് ആര് കഴിക്കുന്നത്? നമ്മുടെ ഭൂമിയിലെ മനുഷ്യര് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജയദേവ കവിയുടെ അഷ്ടപതി എന്ന് പറയുന്ന പുസ്തകം സ്വർഗത്ത് നിന്ന് ലഭിക്കുന്ന അമൃതിനേക്കാൾ ഏതാണ് ശ്രേഷ്ഠമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാധുര്യമുള്ള ഒന്നിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവര് രാധാകൃഷ്ണ പ്രണയം കരകവിഞ്ഞൊഴുകുന്ന ഗീതാഗോവിന്ദം വായിച്ചിരിക്കണം. ഗീതാഗോവിന്ദം സ്വർഗത്ത് കിട്ടത്തില്ല. അതിനു വേണ്ടി അവർ ഭൂമിയിൽ വരണം. ദേവന്മാർ അതിനും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്രത്തോളം ശ്രേഷ്ഠമാണ് ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം വരെ ഞാൻ പറഞ്ഞുതരാം. ജയദേവ കവി പറയുന്നു ഇത്രയേ ഉള്ളൂ. ജയദേവ കവി പറയുന്നു, ജയദേവ കവി രചിച്ച അഷ്ടപദിയുടെ 17ാമത്തെ അധ്യായം രാധയുടെ വിലാപം, ഇത് അമൃതിനേക്കാൾ മാധുര്യമേറിയതും ശ്രേഷ്ഠവുമാണ്. ദേവലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണമാണ് അമൃത്. പക്ഷേ ജയദേവ കവിയുടെ അഷ്ടപതി 17ാം അധ്യായത്തിന് മുന്നിൽ അമൃത് ഒന്നുമല്ല, അതിന് കയ്പാണ്. അപ്പൊ ദേവന്മാരും ദേവലോകത്തെ ദേവതകളും ചേർന്ന് പറഞ്ഞു, നോക്കൂ, നമ്മുടെ അമൃതിനേക്കാൾ വിലപ്പെട്ട ഒന്ന് ഭൂമിയിലുണ്ട്. അപ്പൊ മറ്റുള്ളവർ ചോദിച്ചു, എന്താണത്? അപ്പൊ ദേവന്മാര് പറഞ്ഞു, അഷ്ടപതിയാണത്. ഓ, അഷ്ടപതി മുഴുവനുമോ? ആണ്. പ്രത്യേകിച്ചും അഷ്ടപതിയിലെ 17ാം അധ്യായത്തില് കൃഷ്ണവിരഹം താങ്ങാൻ കഴിയാതെ രാധാറാണി വിലപിക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് അമൃതിനേക്കാൾ ശ്രേഷ്ഠമാണ്. വരുവിൻ, നമുക്ക് ഭൂമിയിലേക്ക് പോകാം. ഈ ഭൂമിയിലെ മനുഷ്യര് എന്തു ഭാഗ്യം ചെയ്തവരാണ്. നമുക്ക് അവിടെ ചെന്ന് ആ അമൃത് പാനം ചെയ്ത് അമരന്മാരായി മാറണം എന്ന് പറഞ്ഞാൽ ജയദേവ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്, നോക്കൂ മനുഷ്യന്മാരെ, നിങ്ങൾ ജയദേവ കവിയുടെ അഷ്ടപതി വായിക്കുകയാണെങ്കിൽ അമൃത് കഴിക്കുന്ന ദേവന്മാര് അമരന്മാരാണ്. അമൃത് കഴിക്കുന്നവനെ മരണത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ജയദേവ കവിയുടെ അഷ്ടപതി ആരാണോ മനസ്സിരുത്തി വായിക്കുന്നത് അവർ അമരന്മാരാണ്. അവരെ ഒരിക്കലും മരണം ബാധിക്കില്ല. അവൻ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠരാകും. ഇത് മനസ്സിലാക്കിയിട്ട് ദേവന്മാര് ഭൂമിയിലേക്ക് വന്ന് ജയദേവ കവിയുടെ അഷ്ടപതി കൊണ്ടുപോകാൻ വരികയാണ്. പക്ഷേ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് അത് മനസ്സിലാകുന്നില്ല. ഭൂമിയിലെ മനുഷ്യ, നീ സ്വർഗത്തെങ്ങോ കിട്ടുന്ന അമൃതിന് വേണ്ടി ഇവിടെ കടന്ന് വ്രതം എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ ജയദേവൻ എന്ന ഞാൻ എഴുതിയ അഷ്ടപതി വായിക്കൂ, അത് അമൃതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഈ അമൃത് ഭക്ഷിക്കാൻ ദേവന്മാര് വരുന്നു. അപ്പോൾ ആരാണോ അഷ്ടപതി വായിക്കുന്നത്, പ്രത്യേകിച്ചും അഷ്ടപതിയുടെ 17ാം അധ്യായം മനസ്സിരുത്തി വായിക്കുകയും അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നത്, അവർ ദിവ്യമായ അമൃത് പാനം ചെയ്യുകയാണ്. അവർ ശരിക്കും ആരേക്കാൾ ശ്രേഷ്ഠന്മാരായി, ദേവന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരായി. അഷ്ടപതി വായിക്കുന്നവർക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് അഷ്ടപതി വായിക്കുന്നവൻ ഗോലോകത്തെത്തിച്ചേരുമെന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണന് പ്രിയപ്പെട്ട ജയദേവ കവി ഉറപ്പ് നൽകുന്നു. തവേദം പശ്യാന്ത്യാ പ്രസരദനുരാഗം ബഹിരിവ പ്രിയാപാദാലക്തചരിതമരുണദ്യോതിഹൃദയം മമാദ്യാ പ്രഖ്യാതപ്രണയഭരഭംഗേന കിതവ തോദാലോകശോകാദപി കിമപി ലജ്ജാം ജനയതി. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. നോക്കിക്കൊള്ളൂ. തവേദം പശ്യാന്ത്യ പ്രസരദനുരാഗം ബഹിരിവ പ്രിയാപാദാലക്തചരിതമരുണദ്യോതിഹൃദയം മമാദ്യ പ്രഖ്യാത പ്രണയഭരഭംഗേന കിതവ ത്വദ്വാലോകശോകാദപി കിമപി ലജ്ജാം ജനയതി. വന്ദന ശ്ലോകമാണ്. നമ്മുടെ കാഞ്ചന നിങ്ങൾക്കത് നന്നായി പാടി തന്നിട്ടുണ്ട്. എഴുതിക്കോ. അർത്ഥം തവ ഇതാ, തവ ഇതാ. അർത്ഥം അങ്ങയുടെ, കോമ അങ്ങേക്ക്. രണ്ടർത്ഥം, അങ്ങയുടെ, കോമ അങ്ങേക്ക്. പശ്യാന്ത്യ, അർത്ഥം എഴുതിക്കോ. പശ്യാന്ത്യ, കാണുന്നു. പശ്യാന്ത്യ, കാണുന്നു. പ്രസരത, പ്രസരത പരക്കുന്ന, പരക്കുന്ന, കോമ വ്യാപിക്കുന്ന.
അനുരാഗം അർത്ഥം സ്നേഹം. ബഹി അർത്ഥം പുറത്തേക്ക്. പ്രിയാപാദം അർത്ഥം പ്രിയപ്പെട്ടവളുടെ കാലുകൾ, പ്രിയപ്പെട്ടവളുടെ കാലുകൾ. അലക്ത, അലക്ത ചെഞ്ചാറ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്യൂടെക്സ്, കാലി പുരട്ടുന്ന ചെഞ്ചാറ്. ചരിത കറ, ചരിത കറ. അരുണദ്യോതി ചുവന്ന പ്രഭ, അരുണദ്യോതി ചുവന്ന പ്രഭ. മമ എൻ്റെ, ആദ്യ എൻ്റെ. പ്രഖ്യാത അറിയപ്പെടുന്ന, അറിയപ്പെടുന്ന. പ്രണയഭരഭംഗം നിറഞ്ഞ പ്രണയത്തിനു വന്ന തടസ്സം, നിറഞ്ഞ പ്രണയത്തിനു വന്ന തടസ്സം. കിതവ അർത്ഥം വഞ്ചകൻ, വഞ്ചകൻ. തദ്വ നിന്റെ. ആലോക കാഴ്ച. ഇത് ചേർത്തെഴുതുമ്പോൾ തദ്വാലോക എന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ, തദ്വാലോക. പിരിച്ചെഴുതുമ്പം തദ്വ അധികം ആലോക. ശോകാത് അഭി അർത്ഥം ശോകത്തെക്കാളും, ശോകാത് അഭി അർത്ഥം ശോകത്തെക്കാളും. കിമബി, കിമബി വിവരണാതീതമായ, കിമബി വിവരണാതീതമായ, കോമ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത. ലജ്ജാം അർത്ഥം ലജ്ജയെ, ലജ്ജയെ. ജനയതി അർത്ഥം ഉണ്ടാക്കുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രാധാറാണി പൊട്ടിത്തെറിക്കുകയാണ്. കൃഷ്ണ വഞ്ചക, അന്യ സ്ത്രീകളുടെ കാലുകളിലെ ചെമ്പഞ്ഞിച്ചാറ് പുരണ്ട് പുറത്തേക്ക് പ്രസരിച്ച അവളുടെ അനുരാഗം പോലെ രാധാറാണി പറയുകയാണ്, ചുവപ്പ് നിറം പൂണ്ട പവാന്റെ ഈ നെഞ്ച് കാണുന്ന എനിക്ക് ഇപ്പോൾ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ, രാധാറാണി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, കൃഷ്ണ നീ കണ്ടവക്ക് പാദത്തിലൊക്കെ ചരണച്ചെഞ്ചാറ് പുരട്ടിക്കൊടുത്തു, എന്നിട്ട് നീ നിന്റെ ഹൃദയത്തിൽ അവളോടുള്ള അനുരാഗം സൂക്ഷിക്കുന്നു. ആ അനുരാഗം നിന്റെ ഉള്ളു തുറന്ന് പുറത്തേക്ക് വന്നോ എന്ന മാതിരി നിന്റെ നെഞ്ചത്ത് ചരണച്ചെഞ്ചാറ് പതിഞ്ഞു കിടക്കുന്നു കൃഷ്ണ. അപ്പൊ രാധാറാണി പറയുന്നത്, കൃഷ്ണൻ ഏതോ പെൺകുട്ടിയുടെ പാദമെടുത്ത് അവക്ക് പാദത്തിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ക്യൂടെക്സ് ഇട്ട് കൊടുത്തു. ആ ക്യൂടെക്സിന്റെ പാട് കൃഷ്ണന്റെ നെഞ്ചത്ത് കിടക്കുന്നു. അതിന് രാധാറാണി പറയുന്നു, ആ ക്യൂടെക്സ് ചുമന്ന കളറിലേതാണ്. അപ്പൊ കൃഷ്ണ നീ നിന്റെ ഹൃദയത്തിൽ അവളോടുള്ള പ്രണയത്തിന്റെ അനുരാഗം സൂക്ഷിക്കുന്നു. ആ അനുരാഗം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞിട്ട് പൊട്ടി പുറത്തേക്ക് വന്ന് അനുരാഗത്തിന്റെ ചുവപ്പ് നിന്റെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുകയാണ്. എന്തായാലും കൃഷ്ണ, നിന്റെ നെഞ്ചില് മറ്റൊരുവളുടെ പാദത്തിന്റെ അടയാളം കാണുന്ന എനിക്ക് ഇപ്പോൾ അവിടുത്തേക്ക് എന്നിലുണ്ടായിരുന്നു എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട അധിക പ്രണയഭാരത്തിന് തടസ്സം ഉണ്ടായപ്പോൾ ഉണ്ടായ സങ്കടത്തേക്കാൾ അങ്ങയെ കാണുന്നത് തന്നെ ഒരുവിധം ലജ്ജയാണ് എനിക്ക് ജനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നിർത്തി നിർത്തി ഞാൻ അർത്ഥം പറഞ്ഞാലേ മനസ്സിലാകൂ. രാധാറാണി പറയുകയാണ്, കൃഷ്ണ വഞ്ചക, എന്താ നിന്റെ നെഞ്ചത്ത്? നിന്റെ നെഞ്ചത്ത് വേറൊരു പെൺകുട്ടിയുടെ പാദത്തിന്റെ പാടുകൾ അതെങ്ങനെ പതിഞ്ഞു എന്ന് നിനക്കറിയാമോ? ആ പെണ്ണിന്റെ പാദമെടുത്ത് നീ അവക്ക് ചരണച്ചെഞ്ചാറ് ക്യൂടെക്സ് വരുത്തി കൊടുത്തു. എന്നിട്ട് ആ പാദമെടുത്ത് നീ നിന്റെ നെഞ്ചോട് വെച്ചു. അപ്പൊ നിന്റെ നെഞ്ചത്തൊരു പെണ്ണിന്റെ ചുവന്ന കാൽപ്പാട് പതിഞ്ഞു. അത് നീ ഇതുവരെ കണ്ടില്ല ഇല്ലേ? ആ മറ്റൊരു പെണ്ണിന്റെ പാദത്തിന്റെ അടയാളം പതിഞ്ഞ നെഞ്ചുമായിട്ടാണ് നീ എൻ്റെ അടുക്കൽ വന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ നിന്നെ ശുദ്ധമായി സ്നേഹിച്ചിരുന്നു കൃഷ്ണ. ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു കൃഷ്ണ. നമ്മുടെ സ്നേഹം അങ്ങ് കൊട്ടിഘോഷിച്ചതാണ്. ആ സ്നേഹത്തിന് തടസ്സം വന്നപ്പം എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ നെഞ്ചിലെ ഈ പാട് കാണുമ്പോൾ
എനിക്കിപ്പം ആ സങ്കടത്തേക്കാൾ വലുത് ലജ്ജയാണ് കൃഷ്ണ. നിന്നെ കാണുമ്പം തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു കൃഷ്ണ. നിനക്ക് നാണമില്ലേ കൃഷ്ണ? കണ്ട പെണ്ണുങ്ങളുടെ പാദത്തിൻ്റെ അടയാളം നെഞ്ചിൽ പതിപ്പിച്ചിട്ട് ഈ രാധയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്കെങ്ങനെ ധൈര്യം തോന്നി? എനിക്കിപ്പോൾ സങ്കടമല്ല കൃഷ്ണ, എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. അപ്പൊ രാധാറാണി കൃഷ്ണനോട് പറയുക, കൃഷ്ണ നീ ചാതിയനാണ്, നിന്നെ കാത്ത് എത്ര നേരം ഞാനിരുന്നു കൃഷ്ണ, പക്ഷെ നീ വന്നില്ല. ഓ കൃഷ്ണ, ഒരിക്കല് നമ്മൾ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു കൃഷ്ണ, അല്ലേ? അല്ലേ കൃഷ്ണ? നമ്മൾ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. നമ്മുടെ പ്രണയം എന്ത് വിശുദ്ധമായിരുന്നു കൃഷ്ണ. എന്നാ നീ അതെല്ലാം തകർത്തില്ലേ കൃഷ്ണ? മുഴുവനും നീ തകർത്ത് തരിപ്പണമാക്കിയില്ലേ കൃഷ്ണ? നിന്റെ വേർപാടിൽ നിന്നെ ഒന്ന് കാണാത്തത് കൊണ്ട് ഞാൻ അനുഭവിച്ച വിഷമം നിനക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല കൃഷ്ണ. നിനക്കറിയാമോ കൃഷ്ണ, നിന്നെ കാണാതിരുന്നപ്പോൾ ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ ഞാൻ ഉഴലുകയായിരുന്നു കൃഷ്ണ. എനിക്ക് ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു കൃഷ്ണ. ഈ ജീവിതം എനിക്ക് അത്ര കണ്ട് മടുത്തിരുന്നു. കാരണം കൃഷ്ണ, ഞാൻ നിന്നെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. നമ്മുടെ സ്നേഹം അത്രമേൽ വിശുദ്ധമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു കൃഷ്ണ. ഞാനൊരു മണ്ടിയാണ്, ഞാനൊരു മരമണ്ടിയാണ് കൃഷ്ണ. നിന്നെപ്പോലെ എല്ലാ ഗോപികമാരടുത്തും ചെല്ലുന്ന ഒരുവന്റെ പ്രണയം ശുദ്ധമാണെന്ന് കരുതിയ മണ്ടിയാണ് ഈ രാധ. എൻ്റെ ജീവിതം ഇങ്ങനെ തുടരുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ കൃഷ്ണ, മരണത്തിന് പോലും എന്നെ വേണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കൃഷ്ണ. നിന്നെ കാണാതിരുന്നപ്പോൾ എൻ്റെ നെഞ്ചു വിങ്ങി പൊട്ടി കൃഷ്ണ. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, മരണമേ വേഗം വാ, വേഗം വന്ന് ഈ രാധയെ പുൽകൂ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ മരണത്തിന് പോലും എന്നെ വേണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ ഒരവസ്ഥയിൽ ആരാണാക്കിയത് കൃഷ്ണ? പരകൃഷ്ണ, ആരാ ആക്കിയത്? ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ കൃഷ്ണ. നിന്നെ ഞാൻ സ്നേഹിച്ചു, നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു. നിന്റെ ഹൃദയം നിറയെ ഞാനാണെന്ന് കരുതി, രാധാകൃഷ്ണ പ്രണയം കൊട്ടിഘോഷിക്കപ്പെട്ട ഒന്നാണെന്ന് കരുതി. പക്ഷേ നീ എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ഞാനിവിടെ തീ തിന്നിരുന്നപ്പോൾ നീ മറ്റൊരു പെണ്ണിൻ്റെ പാദത്തിൽ ചെഞ്ചാറ് പുരട്ടി അതെടുത്ത് നെഞ്ചിൽ പതിപ്പിച്ചു ഇല്ലേ? എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ ഒറ്റയാളാണ് കൃഷ്ണ, നീ ഒറ്റയാള് കൃഷ്ണ. ഇന്നലെ രാത്രി ഏതോ ഒരു ഗോപികയുടെ അവളെ പ്രലോഭനത്തിൽപ്പെട്ട് അവളുടെ പാദവും എടുത്ത് നീ നിന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു അല്ലേ കൃഷ്ണ? അപ്പോൾ നീ എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചതിന് എന്തർത്ഥമാണ് കൃഷ്ണ ഉള്ളത്? നീ എന്നെ നിന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും കരുതുന്ന ഒന്നുണ്ട്, ഈ നെഞ്ചിൽ രാധയുടെ മുഖമുദ്ര മാത്രമാണ് പതിയുന്നതെന്ന്, ഈ രാധയുടെ നിശ്വാസം മാത്രമാണ് തട്ടുന്നതെന്ന്, ഈ രാധയുടെ അതരം മാത്രമാണ് കൃഷ്ണന്റെ നെഞ്ചിലുള്ളതെന്ന് ഞാൻ കരുതി കൃഷ്ണ. ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ കണ്ടു കൃഷ്ണ, ഈ നെഞ്ചിൽ, നിന്റെ നെഞ്ചിൽ രാധയുടെ മുഖമല്ല, രാധയുടെ ചുണ്ടല്ല, രാധയുടെ വിയർപ്പല്ല, രാധയുടെ പ്രണയമല്ല, മറ്റൊരു ഗോപികയുടെ പാദത്തിന്റെ അടയാളമാണ് കൃഷ്ണ ഞാൻ കണ്ടത്. കൃഷ്ണൻ രാധാറാണിയെ പകച്ചു നോക്കുകയാണ്. എന്താ കൃഷ്ണ, നീ എന്താ നോക്കുന്നത്? അവളുടെ കാലില് നീ ചരണച്ചെഞ്ചാറ് പുരട്ടി കൊടുത്തില്ലേ? അപ്പൊ നീ ആ പാദം നെഞ്ചി വെച്ചപ്പോ നീ അറിഞ്ഞില്ല കൃഷ്ണ, ആ ചെഞ്ചാറിന്റെ അടയാളത്തിൽ ആ പാദത്തിന്റെ മുദ്ര നിന്റെ നെഞ്ചിലുണ്ടാകുമെന്ന്. അതാ കൃഷ്ണ, ദൈവമുണ്ട് കൃഷ്ണ. ഒരാളെ ചതിക്കുമ്പം ആ സൂചന ദൈവം നമുക്ക് കാണിച്ചു തരും കൃഷ്ണ. നിനക്ക് അവളോട് കടുത്ത അനുരാഗമാണ്. ആ സ്നേഹം നീ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. നിന്റെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ ചുവപ്പും കൂടാണ് ആ കാണുന്നത്. നിന്റെ നെഞ്ചിൽ കാണുന്ന ആ പാദമുണ്ടല്ലോ, അതിലെ ചുവപ്പ് ആ പെണ്ണിന്റെ പാദത്തിൽ പുരട്ടിയ ചരണച്ചെഞ്ചാറിന്റെ ചുവപ്പ് മാത്രമല്ല കൃഷ്ണ, നീ അവളെ സ്നേഹിക്കുന്നു. സ്നേഹത്തിന്റെ നിറം ചുവപ്പാണ്, അനുരാഗത്തിന്റെ നിറം ചുവപ്പാണ്. നിന്റെ ഹൃദയത്തിൽ അവളോടുള്ള സ്നേഹം
നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് വന്ന് നിന്റെ നെഞ്ചിൽ അത് ചുമപ്പ് കുങ്കുമ വർണ്ണമായി പടർന്നിരിക്കുന്നതാണ് കൃഷ്ണ ഞാൻ കാണുന്നത്. കൃഷ്ണ, നിന്റെ നെഞ്ചിൽ കൗസ്തുഭരത്നം തിളങ്ങുന്നത് കാണാനാണ് എനിക്കിഷ്ടം. എന്നും നിന്റെ നെഞ്ചിൽ കൗസ്തുഭരത്നം തിളങ്ങുന്നത് കാണുമ്പോൾ അഭിമാനിക്കുന്നവളായിരുന്നു കൃഷ്ണ ഈ രാധ. പക്ഷേ ആ കൗസ്തുഭരത്നം തിളങ്ങണ്ടടുത്ത് ഏതോ ഒരു ഗോപിക അവളുടെ പാദമുദ്ര തുടക്കാത്തെ തെളിഞ്ഞു കാണുന്നു. ലജ്ജ തോന്നുന്നു കൃഷ്ണ എനിക്ക്, ലജ്ജ തോന്നുന്നു കൃഷ്ണ എനിക്ക്. നിനക്ക് തോന്നുന്നില്ലേ ആ ലജ്ജ? ഒരിക്കല് നമ്മൾ അഗാധമായി സ്നേഹിച്ചിരുന്നു കൃഷ്ണ, അഗാധമായി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിൽ ഞാൻ അഭിമാനം കൊണ്ടിരുന്നു കൃഷ്ണ. പക്ഷേ പ്രണയത്തിൻ്റെ ആ അദൃശ്യ ചരട് നീ പൊട്ടിച്ചു കളഞ്ഞല്ലോ കൃഷ്ണ. അതാണ് രാധാറാണി പറയുന്നത്. രാധാറാണി പറയുകയാണ്, കൃഷ്ണ, നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു കൃഷ്ണ, നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചിരുന്നത് കൃഷ്ണ. നീ എൻ്റെ പ്രാണനല്ലായിരുന്നു കൃഷ്ണ. നീ ഏത് അർദ്ധരാത്രിക്ക് വിളിച്ചാലും മുൻ പിൻ നോക്കാതെ ഞാൻ ഓടി വന്നിട്ടില്ലേ കൃഷ്ണ. നിന്റെ നെഞ്ചിൽ തലചായ്ച്ചൊരു രാത്രി മുഴുവൻ ഞാൻ കിടന്നിട്ടില്ലേ കൃഷ്ണ. നിന്റെ ഏതാഗ്രഹത്തിനാണ് കൃഷ്ണ വഴങ്ങാതിരുന്നത്? സ്നേഹം കൊണ്ടല്ലേ കൃഷ്ണ. പക്ഷേ ആ സ്നേഹത്തിൻ്റെ അദൃശ്യ ചരട് നീ പൊട്ടിച്ചു കളഞ്ഞല്ലോ കൃഷ്ണ. കേവലം ഒരു ഗോപികയ്ക്ക് വേണ്ടി നീ പൊട്ടിച്ചു കളഞ്ഞല്ലോ കൃഷ്ണ. നീ ഇപ്പോഴും അവളോട് പ്രണയം പുലർത്തുന്നു. അതിന് നിനക്കൊരു ലജ്ജയുമില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ കൃഷ്ണ, സത്യത്തിൽ ഈ രാധ എന്തിനായിരുന്നു കൃഷ്ണ നിന്നെ പ്രണയിച്ചത്? പറയൂ കൃഷ്ണ, ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു കൃഷ്ണ നിന്നെ പ്രണയിച്ചത്? നിന്റെ സ്നേഹം തിരിച്ചു കിട്ടാനോ, അതോ നീ മറ്റു ഗോപികമാരെ സ്നേഹിക്കുന്നത് കണ്ട് വിഷമിക്കാനോ? എനിക്ക് വല്ലാത്ത ലജ്ജയാണ് എനിക്ക് തോന്നുന്നത്. കടന്നു പൊയ്ക്കോ കൃഷ്ണ. നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കൃഷ്ണ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, രാധേ മിണ്ടരുത്, മിണ്ടരുത് കൃഷ്ണ. നീ എൻ്റെ പ്രാണനായിരുന്നു കൃഷ്ണ, നീ എൻ്റെ പ്രാണനായിരുന്നു കൃഷ്ണ. ഈ രാധ അവളുടെ മനസ്സും ശരീരവും എല്ലാം നിനക്ക് സമർപ്പിച്ചിരുന്നു കൃഷ്ണ. നിന്റെ നെഞ്ചിന്റെ ചൂടറിയുന്ന ഒരേ ഒരു പെൺകുടി രാധയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. തെറ്റുപറ്റിപ്പോയി കൃഷ്ണ. ശുദ്ധമായ പ്രണയം, ശുദ്ധമായ പ്രണയം നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ കൃഷ്ണ. എന്നിട്ട് കൃഷ്ണനെ നോക്കി പറഞ്ഞു, കൃഷ്ണ, നീ ആ ഗോപികയുടെ കൂടെ പൊക്കൊള്ളൂ. നിനക്ക് നല്ലത് വരട്ടെ, നിനക്ക് നല്ലത് മാത്രം വരട്ടെ കൃഷ്ണ. കൃഷ്ണൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. കൃഷ്ണൻ എന്തു പറയണമെന്നറിയാൻ വയ്യ. രാധാറാണി സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, കാണണ്ട, എനിക്ക് നിന്നെ ഇനി കാണണ്ട കൃഷ്ണ, എനിക്ക് നിന്നെ ഇനി കാണണ്ട. പൊയ്ക്കൊള്ളൂ കൃഷ്ണ, പൊയ്ക്കൊള്ളൂ കൃഷ്ണ. നല്ലത് വരട്ടെ, നിനക്ക് നല്ലത് മാത്രം വരട്ടെ. കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഒരു പെണ്ണിന് തന്നെ സ്നേഹിച്ച പുരുഷൻ വഞ്ചിച്ചാൽ പോലും അവന് മോശം വരാൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പൊയ്ക്കോ കൃഷ്ണ, പൊയ്ക്കോ. നീ അവളുമൊത്ത് സുഖമായി ജീവിച്ചോ. രാധയെ മറക്കൂ, രാധയെ മറക്കൂ കൃഷ്ണ. നീ രാധയെ മറന്നേക്കൂ കൃഷ്ണ. അഷ്ടപതി വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്, അഷ്ടപതി വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. രാധയുടെ ശബ്ദം കൃഷ്ണന്റെ കാതുകളിൽ സമുദ്രം പോലെ അലയടിക്കുകയാണ്. കൃഷ്ണന്റെ നെഞ്ച് ഇരമ്പി ആർക്കുകയാണ്. അതേ, രാധയുടെ അവസാന വാചകം കൃഷ്ണനിൽ ഉണ്ടാക്കിയ വികാര വിക്ഷോഭങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കൃഷ്ണന്റെ കാതുകളിൽ അലയടിക്കുകയാണ്. നീ രാധയെ മറന്നേക്കൂ കൃഷ്ണ, നീ രാധയെ മറന്നേക്കൂ കൃഷ്ണ, നീ രാധയെ മറന്നേക്കൂ കൃഷ്ണ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.